അല്ലേലും കല്യാണ ബിരിയാണിക്ക് ആളുകൾ കൂടുതലാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കല്യാണ ബിരിയാണി കിട്ടാറുണ്ടെങ്കിലും എത്രത്തോളം ഒതന്റിക് ആണ് എന്നുള്ളത് നമ്മൾ കഴിച്ചെന്നെ അറിയാം. പരപ്പനങ്ങാടിയിൽ ഒരു കട തുറന്നിട്ടുണ്ട്. കട ഏതാന്നുള്ളത് വഴിയാലെ പറയാം. പക്ഷെ ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം പണ്ടാരിപ്പണിക്ക് പോയി നന്നായിട്ട് പണിയെടുത്ത് ഇതിന്റെ എല്ലാ ചേരുവകളും അറിഞ്ഞ് മനസ്സിലാക്കിയവരാണ്. അതും പരപ്പനങ്ങാടി എന്ന് പറയുമ്പോൾ പണ്ടാരികളുടെ നാടാണ്, അല്ലെങ്കിൽ പണ്ടാരികളുടെ പർദീസയാണ്. അവിടെ നിന്നാണ് ഒരു കട വരുന്നത്, നമുക്ക് മിസ്സാവില്ല. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ അടുത്ത കാലത്ത് കുറെ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ലഗോൺ ബിരിയാണി ഇത്രയും ക്വാണ്ടിറ്റിയിലൊന്നും ഈ അടുത്തൊന്നും കിട്ടിയില്ല. ഏതായാലും അത് നമുക്ക് ഇവിടെ വേർത്താണ്. കാരണം 160 രൂപക്ക് ലഗോൺ ബിരിയാണി കംപ്ലീറ്റ്ലി വേർത്ത്. ഇതിന്റെ ടേസ്റ്റ് പറയണ്ട, ഒന്നും പറയാനില്ല, അടിപൊളി. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിരട്ടയിൽ പച്ചക്ക് ദമ്മിട്ട് ഒറിജിനൽ ദം ബിരിയാണിയാണ് പരപ്പനങ്ങാടി ബിരിയാണി. ആ പരപ്പനങ്ങാടി ബിരിയാണിയാണ് കയാലിൽ ചെയ്യുന്നത്. കയാലിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ദം ബിരിയാണി ഒറിജിനൽ ദം ബിരിയാണിയാണ്. ഏതായാലും മസാലയും കൂട്ടി അടിച്ചപ്പം അടിപൊളി, ഒന്നും പറയാനില്ല. കുറച്ചുകൂടി ഈ അടുത്ത കാലത്ത് കഴിച്ചാൽ നല്ല ഒതന്റിക് സാധനം. എന്താ അഭിപ്രായം മക്കളെ? പക്ഷെ അത് മാത്രല്ല കേട്ടോ, ഈ കേദർ ചിക്കന് അടിപൊളി സാധനം, നല്ല ടേസ്റ്റ്. പക്ഷെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായത്. ഈ കാരണം എല്ലാവർക്കും വന്ന് ഒരു ഫാമിലിയൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന നല്ല സ്പോട്ട്. പ്രത്യേകിച്ച് ഈ സ്കൂൾ കുട്ടികൾക്ക് വരാം, കോളേജ് കുട്ടികൾക്ക് വരാം. നമ്മുടെ ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും വളരെ സുഖകരമായിട്ട് വന്നിട്ട് നല്ല ആംബിയൻസ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. റേറ്റ് നമുക്ക് ലാസ്റ്റ് ഞാൻ പറയേണ്ടതായാലും, പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്, ഒന്നുമില്ല പറയാനില്ല, അടിപൊളി. അപ്പൊ ഞങ്ങൾ ഉള്ളത് പരപ്പനങ്ങാടി പിന്നെ ചെട്ടിപ്പടി റോഡ്, അല്ലെങ്കിൽ കൊടപ്പാളിക്ക് അടുത്താണ്. കൊടപ്പാളി ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് ഷോപ്പ് കയാൽ. അപ്പം എല്ലാവരും വരിക. പിന്നെ ഇവിടെ വരുമ്പോൾ പാർക്കിംഗ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. ഡെലിവറി അവൈലബിൾ ആണ്. എന്തായാലും ഇതിന്റെ കൂടെ ഞാൻ ഇവിടെ ഉള്ള പ്രൈസ് ലിസ്റ്റും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.